എല്ലാ കുട്ടികൾക്കും ബ്രിഡ്ജ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കിന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടക്കം മുതൽ പഠിച്ച് തുടങ്ങാം. കാരണം ആർക്കെങ്കിലും 10ാം ക്ലാസ്സിൽ അത് വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് 11, 12 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ബേസ് നന്നായിട്ട് ഉറച്ചിട്ടില്ലെങ്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഒരു കുട്ടിക്കും ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് വളരെ ലളിതമായ രീതിയിൽ ഞാനിന്ന് നിങ്ങളെ പഠിപ്പിച്ച് തരും. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോകാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. എന്തായാലും നമുക്ക് ഡെഫിനിഷൻ എന്താണ്, യഥാർത്ഥ ഡെഫിനിഷൻ എന്താണ് ഞാൻ ഇവിടെ 2 ഡെഫിനിഷൻ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ താരം മെയിനായ എലമെന്റ് ഏതാ? കാർബൺ അല്ലേ? യെസ്, കാർബൺ ആണ് മെയിനായ എലമെന്റ്. അപ്പൊ ഞാനിവിടെ കാർബൺ എന്ന് എഴുതി, സി. ദ സിംബൽ ഓഫ് കാർബൺ ഈസ് സി ആൻഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഈസ് 6. അറ്റോമിക് നമ്പർ സിംബലിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതും, നേരെ മുകളിൽ നമ്മൾ ആ എലമെന്റിന്റെ മാസ് നമ്പറുമാണ് എഴുതുക. അപ്പോ കാർബൺ ആണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ മെയിനായ എലമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം കാർബണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാർബണിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നിങ്ങളൊരു 10 കാര്യങ്ങൾ നോട്ട് ബുക്കിൽ ഒന്ന് കുറിച്ച് നോക്ക് കാർബണിനെ കുറിച്ചിട്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങളൊരു 10 കാര്യം ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 10 കാര്യങ്ങൾ കാർബണിനെ കുറിച്ച് ഓർത്തു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കൂ, കാർബണിന്റെ അറ്റോമിക സംഖ്യ 6 ആയതുകൊണ്ട് നമുക്കതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2,4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നിങ്ങളുടെ 2kl നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരെ നന്നായി പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഞാനിവിടെ K2l4 എന്ന് എഴുതി. ഇത് നിങ്ങൾക്കറിയാം, ഒക്ടറ്റ് അഥവാ അഷ്ടക സംവിധാനം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മുടെ കാർബണിന് എത്ര ഇലക്ട്രോണും കൂടി വേണം? ഇറ്റ് നീഡ്സ് 4 more ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമല്ലോ. ഒന്നുകൂടി ഞാൻ പറയാം, ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയാൽ മാത്രമേ ഒരു എലമെന്റ് സ്റ്റേബിൾ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാർബണില് 4 ഇലക്ട്രോണുകളല്ലേ ഉള്ളത്. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടി വേണം? ഇറ്റ് നീഡ്സ് 4 more ഇലക്ട്രോൺസ്. ഇത് നിങ്ങളെ മനസ്സിൽ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഒക്ടറ്റ് റൂൾ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ കാർബണിന്റെ ഔട്ടർ ഷെല്ലില് 4 ഇലക്ട്രോണുകൾ കൂടി വന്നാൽ നമ്മുടെ കാർബൺ എന്തായി? സ്റ്റേബിൾ ആയി. ഇനി നമ്മൾ ബോണ്ടിങ്ങിലേക്ക് വരിക. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബൺ ഉണ്ടാക്കുന്ന ബോണ്ട് ഏതാണെന്ന് അറിയാമോ? ബോണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധനം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ബോണ്ട് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കോവാലന്റ് ബോണ്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. 2 അയോണിക് ബോണ്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്.
ഇനി കൂടുതൽ ടൈപ്പ് ഓഫ് ബോണ്ടുകൾ നിങ്ങൾക്ക് 11th ക്ലാസ്സുകളിൽ പഠിക്കാം, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. അപ്പൊ നമ്മുടെ കാർബൺ ഉണ്ടാക്കുന്ന ബോണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കോവാലന്റ് ബോണ്ട്. എന്താ അതിന്റെ മലയാളം? സഹസംയോജക ബന്ധനം എന്ന് പറയും. അപ്പൊ കോവാലന്റ് ബോണ്ടാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കാർബൺ എഴുതി. കാർബണിന്റെ ഔട്ടർ ഷെല്ലിലുള്ള 4 ഇലക്ട്രോണിനെ ഞാൻ അടയാളപ്പെടുത്തട്ടെ. 1 2 3 4 ഇലക്ട്രോൺ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. കാർബണിന്റെ ഔട്ടർ ഷെല്ലിലുള്ള 4 electrons are represented as dot. Here this dot mark represent the outer shell electrons. ഇനി സപ്പോസ് കാർബണിന്റെ അടുത്തേക്ക് എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ബോണ്ടിങ്ങിലേക്ക് വന്നു. ആ എയുടെ ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺസ് ആണ്. അതിന് ഞാൻ സ്റ്റാർ കൊണ്ട് സൂചിപ്പിച്ചു, സ്റ്റാർ മാർക്ക് കൊടുത്തു. ഇനി വേറൊരു എലമെന്റ് ബി കാർബണിന്റെ അടുത്തേക്ക് വന്നു. ആ ബിയുടെ ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ഞാനിവിടെ അതേപോലെ സൂചിപ്പിച്ചു. ഞാൻ അടുത്ത് സി കൊടുക്കുന്നില്ല, ഇവിടെ സി കൊടുത്തുകൊണ്ട് ഞാൻ ഡി എന്ന് കൊടുത്തു. ഡി ഈസ് ആൻ എലമെന്റ്, അതിന്റെ ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ. ഇ എന്ന് കൊടുത്തു, അതിന്റെ ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺസിന് അടയാളപ്പെടുത്തി. അപ്പൊ ഇപ്പോൾ കാർബണിന് ചുറ്റും 4 elements ഉണ്ട്. You can see 4 elements, element A, B, D and E. These symbols are not real. ഇനി എങ്ങനെയാണ് കുട്ടികളെ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്? ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത് 2 ആറ്റങ്ങൾ ഒരു പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു പെയറിനെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട് എന്ന് പറയും. 2 പെയറിനെ ഷെയർ ചെയ്താൽ അത് ഡബിൾ ബോണ്ട് അഥവാ ഡബിൾ കോവാലന്റ് ബോണ്ട്. ആൻഡ് 3 pairs ഷെയർ ചെയ്താൽ ഇറ്റ് ഈസ് നോൺ ആസ് ട്രിപ്പിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ഇവിടെ നമ്മുടെ സെൻട്രൽ ആറ്റമായ കാർബണും എയും കൂടിയും ഈ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ആണോ? ഇവിടെ കാർബണും ബിയും തമ്മിൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഇവിടെ കാർബണും ഡിയും തമ്മിൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഇവിടെ കാർബണും ഇയും തമ്മിൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അപ്പോൾ if 2 atoms share 1 pair of electrons, you know that a covalent bond is formed there. 2 ആറ്റങ്ങൾ ഒരു പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സിംഗിൾ ബോണ്ടിനെ നമ്മൾ കെമിസ്ട്രിയിൽ റെപ്രസെന്റ് ചെയ്യുക by using a straight line. We can represent a single bond by using a straight line. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രം ഒന്ന് ഞാൻ മാറ്റി വരക്കട്ടെ. സി സിംഗിൾ ബോണ്ട് എ, സിംഗിൾ ബോണ്ട് ബി, സിംഗിൾ ബോണ്ട് ഡി, സിംഗിൾ ബോണ്ട് ഇ. ഈ ഒരു സിംഗിൾ ബോണ്ടിൽ എത്ര പെയർ ഇലക്ട്രോണുകൾ ഉണ്ട് കുട്ടികളെ? 1 pair. Here also 1 pair. This bond also 1 pair. Here also 1 pair. അപ്പോൾ കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ ഇപ്പോൾ ആകെ എത്ര ഇലക്ട്രോണുകൾ വന്ന്? 2 + 2 4, 4 + 2 6, 6 + 2 8 ഇലക്ട്രോൺ വന്നില്ലേ? അപ്പോൾ നമ്മുടെ കാർബണിന് ഒക്ടറ്റ് അഥവാ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. അപ്പോൾ നമ്മുടെ കാർബൺ എന്തായി? സ്റ്റേബിൾ ആയി. അപ്പോൾ നമ്മുടെ കാർബണിന് സ്റ്റേബിൾ ആകണമെങ്കിൽ ടോട്ടൽ എത്ര ബോണ്ട് വരണം? 4 ബോണ്ട് വരണം. 1 2 3 4. എന്തിനാണ് 4 ബോണ്ട് വരണം എന്ന് പറയുന്നത്? 4 ബോണ്ട് വന്നാൽ മാത്രമേ 8 ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ലിൽ ആവുകയുള്ളൂ. ആ 4 ബോണ്ടുകളെ ഞാൻ റെപ്രസെന്റ് ചെയ്ത് നോക്കിയോ. സി
സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഇപ്പൊ 4 സിംഗിൾ ബോണ്ട് അല്ലേ? ഇവിടെ ഒരു എലമെന്റ് വരാം, ഇവിടെ ഒരു എലമെന്റ് വരാം, ഇവിടെ ഒരു എലമെന്റ് വരാം, ഇവിടെ ഒരു എലമെന്റ് വരാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ 4 ബോണ്ട് മാത്രം ട്രീറ്റ് ചെയ്യും. അപ്പൊ 4 ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ? ഇനി എപ്പോഴും 4 സിംഗിൾ ബോണ്ട് ആകണമെന്നില്ല. അപ്പൊ ഒരു കേസ് 4 സിംഗിൾ ബോണ്ട് ആകുന്ന രീതിയിലാവാം ഉണ്ടല്ലേ. ഇങ്ങനെ വന്നിട്ട് കാർബണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാം. ആൻഡ് സെക്കൻഡ് കേസ് നോക്കൂ, ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിൽ എത്ര പേർ ഇലക്ട്രോൺ ഉണ്ടാവുക? 2 ഉം 2 ഉം 4, 4 2 6, 6 ഉം 2 ഉം 8 ഇലക്ട്രോൺസ് ആയില്ലേ? അപ്പോ വേറൊരു കേസിൽ എങ്ങനെ കംപ്ലീറ്റ് ആകാം ഒക്ടറ്റ്? 2 ഡബിൾ ബോണ്ട് വന്നിട്ടാവാം. തേർഡ് കേസ് നോക്കൂ, ഒരു സിംഗിൾ ബോണ്ടും ഒരു ട്രിപ്പിൾ ബോണ്ടും വരാം. 2 4 6 8. ഫോർത്ത് കേസ് നോക്കൂ, ഒരു ഡബിൾ ബോണ്ടും 2 സിംഗിൾ ബോണ്ടും വരാം. അപ്പൊ നമ്മൾ ഇനി ഹൈഡ്രോ കാർബണിലെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കാർബണിന് ചുറ്റും എപ്പോഴും ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുവാൻ നിങ്ങൾ എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടോ നോക്കണം? 4 ബോണ്ട് ഉണ്ടോ നോക്കണം. അതെല്ലാം സിംഗിൾ ആവാം, ഡബിള് മാത്രമാകാം, സിംഗിളും ട്രിപ്പിളും ആകാം, ഡബിളും 2 സിംഗിളും ആയി വരാം. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഹൈഡ്രോ കാർബണുകളായ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇവയുടെ സ്ട്രക്ചർ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവുക. ഇനി അവിടെ നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. Alkane means ending with ANE, here ending with ENE, here ending with YNE. ഈ കോമ്പൗണ്ട് എല്ലാം നിങ്ങൾക്ക് നന്നായി പരിചയം ഉണ്ടാവും. ഇതിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടൻ തന്നെ പറയും CnH2n+2. ഇതിന്റെ ജനറൽ ഫോർമുല CnH2n. ഇതിന്റെ ജനറൽ ഫോർമുല CnH2n-2. ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്, അതായത് ഈ കോമ്പൗണ്ടിൽ കാർബൺ ആറ്റങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് മുഖാന്തരമായിരിക്കും. അതുകൊണ്ട് ഇത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേര് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അഥവാ ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അതിനാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. മലയാളത്തിൽ നിങ്ങൾ പൂരിതം എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ വാക്ക് ഉപയോഗിക്കൂല. എന്താണ് സാച്ചുറേറ്റഡ്? കാർബൺ ആറ്റങ്ങൾ കണക്ട് ചെയ്തതിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആൽക്കീനിൽ യു ക്യാൻ സി അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട്, ആൽക്കൈൻസിൽ യു ക്യാൻ സി അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട്. ആര് ഇടയില്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ. ഇവിടെ മിനിമം ഒരു ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെയോ മിനിമം ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആൽക്കീനുകളെയും ആൽക്കൈനുകളെയും, അതായത് കോമ്പൗണ്ടിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാ പറയാം. എന്താ പറയാ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാൻ കാരണം ഇത് 3ഉം ഹൈഡ്രോ കാർബൺ ആണ്. ഇനി അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ അല്ലാത്ത കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്ക് പൊതുവെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നും നമുക്ക് പറയാം. അപ്പോൾ കാർബൺ കാർബൺ ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും. കോമ്പൗണ്ടിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ഒന്നോ അതിൽ കൂടുതൽ എത്ര ആയിക്കോട്ടെ ഉണ്ടായാൽ അത് നമ്മൾ എന്ത് വിളിക്കും?
അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും വിളിക്കും. ഇനി നമുക്ക് ഈ 3 കോമ്പൗണ്ടുകൾ ബോർഡിൽ കാണാം. 3 ഹൈഡ്രോ കാർബൺ ആണ്. എന്താണ് ഹൈഡ്രോ കാർബൺ? ഒരു കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളുവെങ്കിൽ എ കോമ്പൗണ്ട്, an organic compound contains carbon and hydrogen are known as hydrocarbon. അപ്പോൾ ഈ 3 കോമ്പൗണ്ടും ഹൈഡ്രോ കാർബൺ ആണ്. നിങ്ങൾ 3 ഹൈഡ്രോ കാർബൺ ആണ് പരിചയപ്പെട്ടത്. ഇപ്പോൾ 1 ആൽക്കെയിൻ, 2 ആൽക്കീൻ, 3 ആൽക്കെയിൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ 3 കോമ്പൗണ്ട് ഏതാണ് ആൽക്കെയിൻ, ഏതാണ് ആൽക്കീൻ, ഏതാണ് ആൽക്കൈൻ എന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ വളരെ സ്മാർട്ടായ കുട്ടികളല്ലേ. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് തന്നെ ഡബിൾ ബോണ്ട് വന്നില്ലേ? അപ്പോൾ ആ ഡബിൾ ബോണ്ട് ആണ് ആ കോമ്പൗണ്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് കണ്ടാൽ നമുക്ക് ഉടൻ തന്നെ അതിന് എഴുതാം അത് ഏത് കാറ്റഗറിയിലാണ്, ആൽക്കീനാണ്. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്താണ്, ഏത് കാറ്റഗറിയിൽ പെടുന്നു, ആൽക്കീനിൽ പെടുന്നു. എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ നോ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്, ഓൾ ബോണ്ട്സ് ആർ സിംഗിൾ ബോണ്ട്. Therefore, this compound is come under the classification of alkene. And third one you can see triple bond. If triple bond ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ആൽക്കൈൻ ആണ്. അപ്പോൾ ആ കോമ്പൗണ്ട് എന്തിൽ പെട്ടു, ആൽക്കൈൽ വിഭാഗത്തിൽ പെട്ടു. അപ്പം ഞാനിവിടെ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ കണ്ടാൽ ആ ഹൈഡ്രോ കാർബൺ ആൽക്കീനാണോ, ആൽക്കൈനാണോ അല്ലെങ്കിൽ ആൽക്കൈനാണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ എല്ലാവർക്കും നടക്കുന്നില്ലേ? ഇനി നമ്മുടെ ഒരു ഫോർമുല തന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാലോ. ഉദാഹരണത്തിന് ഒരു ഫോർമുല തരാം, ഫോർമുല അല്ല മോളിക്കുലാർ ഫോർമുല തരാം. C7H16 C3H6 C4H6. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട്, സെക്കൻഡ് കോമ്പൗണ്ട്, തേർഡ് കോമ്പൗണ്ട്. നമുക്ക് ഫോർമുല കണ്ടാൽ തന്നെ ആ കോമ്പൗണ്ട് ആൽക്കൈനാണോ, ആൽക്കീനാണോ, ആൽക്കൈനാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ചാൽ മതി. എന്താ ആൽക്കൈൻ്റെ ഫോർമുല? CnH2n+2. ആൽക്കീൻ്റെയോ CnH2n, ആൽക്കൈനോ CnH2n-2. അഥവാ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഉണ്ടല്ലോ, അതിന്റെ ഡബിളിനേക്കാൾ 2 കൂടുതലാണെങ്കിൽ ഫോർമുല എന്തായി, CnH2n+2 ആയില്ലേ. അപ്പോ കാർബണിന്റെ ഡബിൾ കാർബൺ ഇവിടെ 7 ഉള്ളത്, അതിന് ഡബിൾ എത്രയാ, 14 + 2 16. അപ്പോൾ ഡബിൾ +2 ആണെങ്കിൽ ആ കോമ്പൗണ്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നു, ആ കോമ്പൗണ്ട് ആൽക്കൈനിൽ പെടുന്നു. അപ്പൊ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ +2 ആണെങ്കിൽ അത് ആൽക്കൈൻ ആണ്, ഡബിൾ +2 ആണെങ്കിൽ അത് ആൽക്കൈൻ ആണ്. ഇനി നോക്കൂ, കാർബണിന്റെ ഡബിൾ ആണ്, +2 ഇല്ല, ഡബിൾ 3 ഡബിൾ 6. അപ്പോൾ നിങ്ങൾ ഏതാ ഫോർമുല ഓർമ്മത്ത് വരിക, CnH2n. അപ്പോൾ കാർബണിന്റെ ഡബിൾ ആണെങ്കിൽ അതെന്താണ്, ആൽക്കീൻ ആണ്. ഡബിൾ ആണെങ്കിൽ അത് ആൽക്കീൻ. അപ്പൊ ഡബിൾ ആണ്, ഡബിൾ +2 ആൽക്കൈൻ, ഡബിൾ ആൽക്കീൻ. അപ്പോ ആൽക്കൈനോ ഡബിളിനേക്കാൾ 2 കുറവ്, ഡബിൾ -2. 4ന്റെ ഡബിൾ 8, 8ന്ന് 2 കുറച്ചാൽ 6. അപ്പൊ ഡബിൾ -2 ആണെങ്കിൽ അതെന്താണ്, ആൽക്കൈൻ ആണ്. അപ്പൊ നോക്ക്, ഡബിൾ ആണെങ്കിൽ ഡബിൾ +2 ആണെങ്കിൽ ആൽക്കൈൻ, ഡബിൾ ആണെങ്കിൽ ആൽക്കീൻ, ഡബിൾ -2 ആണെങ്കിൽ ആൽക്കൈൻ. അപ്പോൾ ഒരു ഫോർമുല തന്നാലും ആ ഫോർമുല ഉപയോഗിച്ച് ആ കോമ്പൗണ്ട് ആൽക്കൈൻ്റെ ഗ്രൂപ്പിലാണോ
ആൽക്കീൻ്റെ ഗ്രൂപ്പിലാണോ ആൽക്കൈൻ്റെ ഗ്രൂപ്പിലാണോ ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നെക്സ്റ്റ് ഞാൻ ബോർഡിൽ എഴുതിയൊന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. എന്താ? കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം എന്ന് പറയുന്ന പേരാണെന്ത്? കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ കെമിക്കൽ റിയാക്ഷനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതി ബാലൻസ് ചെയ്ത് വന്ന മക്കളാണ് നിങ്ങൾ. അതിന് നമ്മൾ പറയുക ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്താ പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് അല്ലെങ്കിൽ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട് ആണ്. ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട്സ്, അതാണ് കെമിക്കൽ റിയാക്ഷൻ. അഥവാ നിലവിലുള്ള ബോണ്ടുകൾ, ബന്ധനങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടുകയും ന്യൂ ബോണ്ട്സ് ആർ ഫോംഡ് ബിറ്റ്വീൻ ആറ്റംസ്, നിലവിലുള്ള ബന്ധനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, പുതിയ ബന്ധനങ്ങൾ ഉണ്ടാവുന്നു. അതാണ് എന്ത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. എങ്ങനെയാണ് ഒരു കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നോക്കുക. അപ്പോ എ സിംഗിൾ ബോണ്ട് ബി, ഞാനിവിടെ എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. അതിനിടയിലുള്ള ബോണ്ട് കോവാലന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിലെ മെയിൻ ബോണ്ടുകളെല്ലാം എന്താ? കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ എ സിംഗിൾ ബോണ്ട് ബി. ഇനി ഒരു കോവാലന്റ് ബോണ്ട് രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം. ഒരു കോവാലന്റ് ബോണ്ട് എത്ര രീതിയിൽ ബ്രേക്ക് ചെയ്യാം? രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം. one type of break is known as homolytic fission and second type of fission is known as heterolytic fission. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നെന്താ? ഹോമോലിറ്റിക് ഫിഷൻ. സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ഹെട്രോലിറ്റിക് ഫിഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഹോമോലിറ്റിക് ഫിഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കാം. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഹോമോലിറ്റിക് ഫിഷൻ. അതിനു വേണ്ടിയാണ് ഞാനിവിടെ എ ബി മോളിക്യൂൾ എടുത്തിരിക്കുന്നത്. In AB molecules you can see a covalent bond, a single bond is exist between atom A and B. ഈ സിംഗിൾ ബോണ്ടിലെ ഒരു പെയർ ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടാവുക? ആ ഒരു പെയർ ഇലക്ട്രോൺസിനെയും കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു. കണ്ടോ? ഇതിൽ 1 ഇലക്ട്രോൺ ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാ? ഒരു ഇലക്ട്രോൺ എയുടേതും സെക്കൻഡ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത സെക്കൻഡ് ഇലക്ട്രോൺ ആരുടേതാണ്? ബോണ്ടിങ്ങിൽ പങ്കെടുത്ത സെക്കൻഡ് ഇലക്ട്രോണ് ബിയുടേതുമാണ്. അങ്ങനെ അവര് ഒന്നായി. എങ്ങനെയാ ഒന്നായത്? എയുടെ ഒരു ഇലക്ട്രോണും ബിയുടെ ഒരു ഇലക്ട്രോണും അവരെന്ത് ചെയ്തു? പരസ്പരം മ്യൂച്വൽ ഷെയറിങ്, അവർ പരസ്പരം ഷെയർ ചെയ്ത് അവ എന്തായി? എ ബി എന്ന് പറയുന്ന മോളിക്യൂളായി. ആ മോളിക്യൂൾസിനെയാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഒരു റിയാക്ഷന്റെ സമയത്ത് ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഏതോ ഒരു സ്യൂട്ടബിളായ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എയും ബിയും തമ്മിലുള്ള കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു? ഹോമോലിറ്റിക് ബ്രേക്ക്. ദാറ്റ് മീൻസ് ഹോമോലിറ്റിക് ഫിഷൻ. നോക്കിക്കോളൂ. ഗേവ്സ്. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എയുടെ ഇലക്ട്രോണിനെ എ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള കെമിക്കൽ ബോണ്ട് അഥവാ സിംഗിൾ ബോണ്ടല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത്.
അതെങ്ങനെയാ ബ്രേക്ക് ചെയ്യേണ്ടത്? ഹോമോലിറ്റിക് ഫിഷൻ ആണ്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ 2 കുട്ടികൾക്ക് ഒരു മുട്ടായി കിട്ടിയാൽ അത് ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്കിംഗ് ഫിഷൻ എങ്ങനെയാണ് നടത്തുക? ഈക്വലായിട്ട് രണ്ടാക്കും തുല്യമായി വിഭജിക്കണം. അപ്പോൾ ഈ ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതൊരു ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോണിന് ഞാനിങ്ങനെ ഒരു പകുതി പോലെ ഹുക്ക് ഇട്ടു. ദിസ് റെപ്രസെന്റ്, ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് 1 ഇലക്ട്രോൺ. എന്തിനാ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെന്റ് ട്രാൻസ്ഫർ ഓഫ് 1 ഇലക്ട്രോൺ. ഇവിടെ ട്രാൻസ്ഫർ എങ്ങനെ എങ്ങോട്ടാ? ഈ ഹുക്കിന്റെ ഭാഗത്തേക്ക്, ഹാഫ് ഹുക്കില്ലേ, ഈ ഹുക്കിന്റെ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇലക്ട്രോൺ ഇങ്ങനെ കാണിക്കണമെന്നില്ല, ഞാൻ ആദ്യം കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എയറോ വരുന്നതെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അടുത്ത് കഴിഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്തു. ഫുൾ എയറോ മാർക്കറ്റ്. ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ട്രാൻസ്ഫർ ഓഫ് 2 ഇലക്ട്രോൺസ് ഓർ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെ കാണിക്കൂല, കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ റെപ്രസെന്റ് ചെയ്യുക. ദിസ് എയറോ റെപ്രസെന്റ് ട്രാൻസ്ഫർ ഓഫ് 1 ഇലക്ട്രോൺ. ദിസ് എയറോ റെപ്രസെന്റ് ട്രാൻസ്ഫർ ഓഫ് 1 പെയർ ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നേക്കോ. ഒരു എയറോ ഞാൻ ഹാഫ് എയറോ ഇങ്ങോട്ടേക്കും, ഒരു ഹാഫ് എയറോ എയിലേക്കും കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ബോൺ പെയറിൽ ഒരു ഇലക്ട്രോൺ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേപോലെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട രണ്ടാമത്തെ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. തുല്യമായി ഷിഫ്റ്റിംഗ് നടന്നില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫിഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോമോലിറ്റിക് ഫിഷൻ. ഫിഷന് ശേഷമുള്ള നമ്മൾ നോക്കുക, എ പ്ലസ് ബി. എയിലുള്ള വന്ന ഒരു ഇലക്ട്രോൺ, എയിലേക്ക് വന്ന ഒരു ഇലക്ട്രോൺ കാണിച്ചു, ബിയിലേക്ക് വന്ന ഒരു ഇലക്ട്രോണിനെയും ഞാനിവിടെ കാണിച്ചു. ഇപ്പോൾ ഈ എയുടെ ഔട്ടർ ഷെല്ലില് ഒബ്ജക്റ്റ് എന്തായിരിക്കൂല? കംപ്ലീറ്റ് ആവൂല. കാരണം ഇത് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നത് കൊണ്ടാണല്ലോ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക, അല്ലേ? അങ്ങനെ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ എ ബോണ്ടിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സപ്പോസ് എയിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എ ബോണ്ടിങ്ങിൽ പങ്കെടുക്കണ്ടല്ലോ. എയുടെ ഔട്ടർ ഷെൽ 7 ആയതുകൊണ്ടായിരിക്കൂലേ എ ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ എയുടെ ഔട്ടർ ഷെല്ലിലുള്ള ആകെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഓഡ് ഇലക്ട്രോൺ ആയിരിക്കും. ഈവൺ നമ്പർ ആയിരിക്കൂല, അത് ഒറ്റ സംഖ്യ ആയിരിക്കും. ആ ഓഡ് ഇലക്ട്രോൺ, വന്ന ഒരു ഇലക്ട്രോൺ ആണ് ഞാനിവിടെ കാണിച്ചത്. അഥവാ ഔട്ടർ ഷെല്ലിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് എയും ബിയും ഇവിടെ എന്തല്ല? സ്റ്റേബിൾ അല്ല. ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് എയും ബിയും സ്റ്റേബിൾ അല്ല. അപ്പൊ ഇത് ഹൈലി റിയാക്റ്റീവായ ഒരു സ്പീഷീസ് ആണ്. അപ്പൊ നമ്മൾ റിയാക്ഷൻ മെക്കാനിസത്തിൽ പറയുന്ന പേരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എയും ബിയും ഇപ്പോൾ ഹൈലി എന്താണ്? റിയാക്റ്റീവാണ്. കാരണം എന്താ? എക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. ബിക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ബിയുടെ ഔട്ടർ ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരാറ്റത്തിന്റെ ഇങ്ങനെ ഹോമോലിറ്റിക് ഫിഷൻ നടന്ന് ഒരാറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിലെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ കെമിസ്ട്രിയിൽ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ എന്നാ പറയുക. എന്താ വിളിക്കുക? ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോ. എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എ ഫ്രീ റാഡിക്കൽ ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഹോമോലിറ്റിക് ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. വ്യക്തമായില്ലേ? അപ്പോൾ ഹോമോലിറ്റിക് ഫിഷൻ നടന്നാൽ മാത്രമേ
ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അഥവാ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ഫ്രീ റാഡിക്കൽ എന്നാണ് ജനറലായിട്ട് നമ്മൾ പറയും. ഇനി അപ്പോൾ എ ഇവിടെ ഒരു ഫ്രീ റാഡിക്കലാണ്, ബി ഇവിടെ എന്താണ്? ഒരു ഫ്രീ റാഡിക്കലാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഹോമോലിറ്റിക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഈ കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെട്രോലിറ്റിക്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഹോമോലിറ്റിക് എന്ന രീതിയിൽ മാത്രം നമുക്ക് എങ്ങനെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം? അങ്ങനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണെന്നോ ഇത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കേട്ടാൽ ആ പഠിക്കുന്ന സമയത്ത് ഓർമ്മിക്കണം, ഇത് എന്തിനു വേണ്ടിയാണ്? ആ ബോണ്ടിനെ ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് ആരാ? അവിടെ ഉണ്ടാവുന്നത് ഒരു ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ നമ്മൾ അഥവാ ഹോമോലിറ്റിക് ഫിഷൻ നടത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ ഈ ബോണ്ട് ഹോമോലിറ്റിക് രീതിയിൽ ബ്രേക്ക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചില ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, റീസൺ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. രണ്ടാമത്തത് സൺലൈറ്റ് അഥവാ യു വി, സൺലൈറ്റിൻ്റെ SL ഓർ യു വി എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാ വയലറ്റ്. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ അൾട്രാ വയലറ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് ഒരു കോവാലന്റ് ബോണ്ടിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ്റെ എയറോടെ മുകളിൽ, ഇങ്ങനെയുള്ള എയറോടെ മുകളിൽ യു വി ഓർ സൺലൈറ്റ് എന്ന് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഉടൻ തന്നെ വരണം എന്താ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഹോമോലിറ്റിക്കിലാണ്, ഹോമോലിറ്റിക് രീതിയിലാണ്. അഥവാ ഇവിടെ ഉണ്ടാവുന്ന സ്പീഷീസ് ആരാണ്? ഫ്രീ റാഡിക്കലാണ്. എന്താ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇനി അടുത്ത നിങ്ങൾ നോക്ക്. മൂന്നാമത് നമുക്ക് ഇൻ പ്രസൻസ് ഓഫ് എൻ ഓർഗാനിക് പെറോക്സൈഡ്, ഓർഗാനിക് പെറോക്സൈഡ് അതെന്താണെന്ന് പിന്നീട് പഠിക്കാം. അപ്പോൾ ഓർഗാനിക് പെറോക്സൈഡ് ഈ ഹൈ ടെമ്പറേച്ചറിന് പകരം അല്ലെങ്കിൽ SL ഓർ യു വിക്ക് പകരം നമ്മൾ ഓർഗാനിക് പെറോക്സൈഡാണ് വെക്കുന്നതെങ്കിലും ആ കോവാലന്റ് ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഹോമോലിറ്റിക് രീതിയിൽ ബ്രേക്ക് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ഫ്രീ റാഡിക്കൽ കിട്ടും. അപ്പോൾ വലിയൊരു കാര്യം നിങ്ങൾ പഠിച്ചു, എങ്ങനെ നമുക്ക് ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? ഒന്നുകിൽ റിയാക്ഷന്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിലോ യു വി ഓർ സൺലൈറ്റ്, അല്ലെങ്കിലോ ഓർഗാനിക് പെറോക്സൈഡ്. ഇനി ഈ ജനറേറ്റ് ചെയ്ത ഫ്രീ റാഡിക്കൽ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇത് ഹൈലി എന്തായിരിക്കും? റിയാക്റ്റീവ് ആയിരിക്കും. ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഇവ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇവ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇവ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആയ മോളിക്യൂളിനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. സ്റ്റേബിൾ ആയ മോളിക്യൂളിനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം. കണ്ടോ? അപ്പോൾ ഫ്രീ റാഡിക്കല് സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ അത് സ്റ്റേബിൾ ആയ മോളിക്യൂളിനെ പോയി ആക്രമിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഹോമോലിറ്റിക് ഫിഷൻ എങ്ങനെയാണെന്ന് വ്യക്തമായി പഠിച്ചു. അതെങ്ങനെയാണ് കെമിസ്ട്രിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതുമെന്ന് പഠിച്ചു. നെക്സ്റ്റ് വൺ, ഹെട്രോലിറ്റിക് ഫിഷൻ. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എ ഗീവ്സ് ബി, എ സിംഗിൾ ബോണ്ട് ബി. അവിടെയുള്ള ബോണ്ട് പെയർ ഇലക്ട്രോണിനെ കാണിച്ചു. എ സിംഗിൾ ബോണ്ട് ബി. ഇനി ഇവിടെ ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടായിരിക്കില്ല ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്, നോൺ യൂണിഫോം ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇതിൽ 1 ഇലക്ട്രോൺ എയുടെയും സെക്കൻഡ് രണ്ടാമത്തെ ഇലക്ട്രോൺ ആരുടേതാണ്? ബിയുടെയുമാണ്. എന്നാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോണുകളും എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതെങ്ങനെ മനസ്സിലായി? ഇതാ ഈ ഫുൾ എയർ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫുൾ എയർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ
ഏറോ എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തത് അതിലേക്കായിരിക്കും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗീവ്സ് എ പ്ലസ് ബി എന്ന് ഞാൻ എഴുതിയാൽ കറക്റ്റ് അല്ല. കാരണം എയുടെ ഒരു ഇലക്ട്രോൺ എക്ക് നഷ്ടപ്പെട്ടു. എയുടെ ഒരു ഇലക്ട്രോൺ എക്ക് നഷ്ടപ്പെട്ടു. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആ ആറ്റത്തിന് എന്ത് ചാർജ് വരും? ദാറ്റ് ആറ്റം ഗെയിൻസ് പോസിറ്റീവ് ചാർജ്. ഉണ്ടോ? അപ്പോൾ എക്ക് എന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നു. ബിക്ക് ബിയുടെ ഇലക്ട്രോൺ കിട്ടി, അപ്പോൾ ബി ന്യൂട്രൽ ആയ. ഇനി എയുടെ ഒരു അഡീഷണൽ ഇലക്ട്രോൺ കൂടി വന്നില്ലേ? അപ്പോൾ എയിൽ ആര് വന്നു? 1 എക്സസ് ഇലക്ട്രോൺ വന്നതുകൊണ്ട് ബിക്ക് എന്ത് വരും? 1 നെഗറ്റീവ് ചാർജ് വന്നു. കണ്ടോ? അപ്പോൾ ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാ? ഈക്വൽ ആയിട്ടല്ല, അൺഈക്വൽ ആണ്. ഉണ്ടോ? അൺഈക്വൽ ആണ്. ബോൺ പെയറിലെ മുഴുവൻ ഇലക്ട്രോണും, ബോൺ പെയറിലെ ആ 2 ഇലക്ട്രോണും ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസും ബി മൈനസും കിട്ടി. അപ്പോൾ പോസിറ്റീവ് ചാർജ് വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുക? പോസിറ്റീവ് സ്പീഷീസ് എന്താ വിളിക്കുക? കാറ്റയോൺ. എന്താ? ഒരു ആറ്റത്തിന് എന്ന് പറയണ്ട, ഒരു ആറ്റത്തിന് ചാർജ് വന്നാൽ അയോൺ ആണല്ലോ. അപ്പോൾ ഒരു ആറ്റത്തിന് ചാർജ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുക അയോൺ എന്നാണ്. അത് പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം. അപ്പോൾ അയോണുകൾ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് അയോണുണ്ട്, നെഗറ്റീവ് അയോണുണ്ട്. പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ പറയുന്നത് കാറ്റയോണുകൾ. നെഗറ്റീവ് അയോണുകളെയോ ആനയോണുകൾ എന്ന് പറയുന്നു. പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്നും നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നും പറയും. അപ്പോൾ ഹെട്രോളിറ്റിക് ഫിഷൻ നടന്നാൽ നമുക്ക് കിട്ടും എന്താ? കാറ്റയോണും കിട്ടും, ആനയോണും കിട്ടും. ഇതും റിയാക്ഷന്റെ സമയത്ത് ഉണ്ടാവുന്ന ഇന്റർമീഡിയേറ്റുകളാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് 2 രീതിയിൽ ബ്രേക്ക് എന്ന് കണ്ടു. ഏതൊക്കെയാ 2 രീതി? ഒന്ന് ഹോമോലിറ്റിക് ഫിഷൻ, 2 heterolytic fission. Homolytic fission leads to the formation of free radicals and heterolytic fission leads to the formation of cation and anion. Cation and anion. ഇത് ബോർഡിൽ എഴുതിയ 2 ടേം നോക്ക്. ഒന്നെന്താ? കാർബോ കാറ്റയോൺ. സെക്കൻഡ് വൺ എന്താ? കാർബാനയോൺ. അപ്പോൾ ഹോമോലിറ്റിക് ഫിഷനും ഹെട്രോലിറ്റിക് ഫിഷനും നന്നായി നിങ്ങൾ പഠിച്ചു. ഇനി ഒരു ഫിഷൻ നടന്നപ്പോൾ, ഒരു ഫിഷൻ, ഏത് ഫിഷനാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വന്നു. വേറെ ടൈപ്പ് ഫിഷൻ നടന്നു. ഫിഷൻ ഏതാണെന്ന് പറയുന്നില്ല. അപ്പോഴും കാർബൺ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ കാർബണിന് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അപ്പോൾ ഇത് ഏത് ഫിഷനാ? എളുപ്പത്തിന് മനസ്സിലാവും. ചാർജുള്ള സ്പീഷീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതേതാ? ഹെട്രോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ഫിഷനിൽ ചാർജ് ഉണ്ടാവില്ല, പക്ഷെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവുക. അത് നമ്മൾ എന്താ വിളിക്കുക? ഫ്രീ റാഡിക്കൽ. അപ്പോൾ നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ടു എക്ക് പോസിറ്റീവ് ചാർജ് കണ്ടു. അപ്പോൾ നമ്മളിതിനെ എന്ത് വിളിച്ചു? നമ്മളിതിനെ ജനറലായിട്ട് കാറ്റയോൺ എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്താ? കാറ്റയോൺ ആണ്. ബിക്ക് നെഗറ്റീവ് ചാർജ് വന്നപ്പോൾ നിങ്ങൾ എന്ത് വിളിച്ചു? ബി മൈനസിന് എന്ത് വിളിച്ചു? ആനയോൺ എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്താണ്? ആനയോൺ ആണ്. ഇത് കാറ്റയോൺ ആണ്. എന്തുകൊണ്ടാണ് ഇത് കാറ്റയോൺ ആണെന്ന് പറയാൻ കാരണം? കാർബണിന് പോസിറ്റീവ് ചാർജ് വന്നില്ലേ? ഇത് ആനയോൺ ആണ്, കാരണം കാർബണിന് നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക് മോളിക്യൂൾസ് അഥവാ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കാർബണിന് ചാർജ് ഇല്ലാത്ത അവസ്ഥ വരാം. അതായത് ഇങ്ങനെ വരാം. അപ്പോൾ കാർബൺ ഇതെന്താ? ഫ്രീ റാഡിക്കലാണ്. കണ്ടില്ലേ? ഇത് കാർബൺ ഫ്രീ റാഡിക്കലാണ്. ചിലപ്പോൾ ആ ബോണ്ട് കാർബൺ CC ബോണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർബണും വേറെ ഏതെങ്കിലും ആറ്റവും തമ്മിലുള്ള ബോണ്ട് വേറെ രീതിയിൽ ബ്രേക്ക് ചെയ്യുക, ഹെട്രോലിറ്റിക് രീതിയിൽ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ കാർബണിന് പോസിറ്റീവ് ചാർജ് വരാം, അല്ലെങ്കിൽ കാർബണിന് എന്ത് വരാം? നെഗറ്റീവ് ചാർജ് വരാം. അങ്ങനെ കാർബണിന് പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കാർബോ കാറ്റയോൺ. എന്താ പറയാ? ഇറ്റ് ഈസ് നോൺ ആസ് കാർബോ കാറ്റയോൺ. കാർബണിന് നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിലോ
കാർബാനിയോൺ. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുകൾ കുറേ പരിചയപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം റിയാക്ഷൻ്റെ സമയത്ത് ഇൻ്റർമീഡിയറ്റുകളാണ്. എന്താ ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഫ്രീ റാഡിക്കൽ കിട്ടി, കാറ്റയോൺ കിട്ടി, ആനിയോൺ കിട്ടി. അപ്പോൾ ഒരു കാറ്റയോണിന് എക്സാമ്പിൾ എന്താ ഉണ്ടാകുന്ന? കാറ്റയോണിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കാർബോ കാറ്റയോൺ. ഒരു ആനിയോണിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് പറയാം? കാർബാനിയോൺ. ഇനി നമുക്ക് കുറേ കാറ്റയോൺ എഴുതാം, കുറേ ആനിയോൺ എഴുതാം. ഫോർ എക്സാമ്പിൾ ഇതാ Cl- ഉണ്ടല്ലേ? അപ്പോൾ ഇതെന്താ? ഇതൊരു കാറ്റയോൺ അല്ലേ? ക്ലോറൈഡ് അയോൺ. നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിച്ചില്ലേ? ക്ലോറൈഡ് അയോൺ. കണ്ടില്ലേ? ക്ലോറൈഡ് അയോൺ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പം NH4+, ഇതൊരു റാഡിക്കലാണ്, ഇത് പിന്നീട് പഠിക്കാം. എന്താ? അമോണിയം അയോൺ. കണ്ടോ? അമോണിയം അയോൺ. ഇങ്ങനെ ഒരുപാട് കാറ്റയോണുകളും ഒരുപാട് ആനിയോണുകളുമുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രിയിൽ വേണ്ടത് അമോണിയം അയോൺ അല്ല ഇപ്പോഴും വേണ്ടത്, ക്ലോറൈഡ് അയോൺ അല്ല നമുക്ക് ഇപ്പോഴും വേണ്ടത്. നമ്മൾ ഇത് രണ്ട് ടേമും ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വന്നാൽ, എങ്ങനെയാ പോസിറ്റീവ് ചാർജ് വരുന്നത്? ഹെട്രോലിറ്റിക് ഫിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മളതിനെ കാർബോ കാറ്റയോൺ എന്നും, ഹൈഡ്രോലൈറ്റിക് ഫിഷൻ്റെ ഫലമായി ഇലക്ട്രോൺ വന്നു ചേരുന്നത് കാർബൺ ആറ്റത്തിലാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കാർബാനയോൺ എന്നും പറയും.